നമസ്കാരം. അപ്പോൾ നമ്മൾ ദീസറെ ചെറിയ റിവ്യൂ ആണ്, സിമ്പിളായിട്ടുള്ള റിവ്യൂ ആണ്. പടം കണ്ടു, ഞങ്ങൾ പടം കണ്ടു വന്നിട്ടുള്ളൂ. അപ്പോൾ സോ അതിൻ്റെ ഒരു സ്പോയിലറൊന്നും ഇല്ലാതെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ എത്തിക്കാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളിതിനു മുമ്പ് യാതൊരു വക വീഡിയോയും ചെയ്തിട്ടില്ല. 2013 തൊട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്, കാണാറുണ്ട്. ബട്ട് അങ്ങനെ ചെയ്യാറില്ല. സോ അങ്ങനെ ഒരു തുടക്കം ചെയ്യാൻ വിചാരിച്ചു. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ദാറ്റ്സ് എനഫ്. ഓക്കെ. അപ്പോൾ ദൈസറെ, പ്രണവ് മോഹൻലാൽ, ജിബിൻ ഗോപിനാഥ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ രാഹുൽ സദാശിവൻ, നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. പുള്ളിയാണ്. പുള്ളി ചെയ്ത പുള്ളിയുടെ ഐ തിങ്ക് 4ാമത്തെ 5ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ദൈസറെ പ്രണവ് മോഹൻലാലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒരു ഹൊറർ ബേസ്ഡ് ഫിലിമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയുണ്ടായിരുന്നു പടം? പടം എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞാ പോരെ? പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? നല്ല ഫിലിമായിരുന്നു. ഓക്കെ. ഇതൊരു മലയാളം ഒരുപാട് ഹൊറർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുള്ളി രാഹുൽ സദാശിവന്റെ ബ്രഹ്മയുഗം അല്ലെങ്കിൽ ഭൂതകാലം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഭയങ്കര ഒരു പ്രത്യേകതകളുണ്ടായിരുന്നു, നമുക്കറിയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ദീസറെ. ഗംഭീര മേക്കിംഗ് ആണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. അങ്ങനെ നമ്മൾ ഒരുപാട് പേടിച്ച് മരിക്കുന്ന അങ്ങനത്തെ ഒരു പടമല്ല. നിങ്ങൾ ഇൻസീഡിയസ് അല്ലെങ്കിൽ കോഞ്ചറിങ് പോലത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് പേടിച്ച് മരിക്കാനുള്ള സംഭവമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ച അത്തരം ഒരു സിനിമ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പോരുത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു നല്ല, എല്ലാ തരം പ്രേക്ഷകർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ പടം അല്ലെ? നല്ലൊരു ക്ലീൻ പടം. പിന്നെ കഥ എന്ന് പറയുന്ന ഒരു സ്റ്റോറി വൈസ് നോക്കണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി വൈസ് ഇതുണ്ട് അതിൽ. ചുമ്മാ പ്രേതം വന്നു പോകുന്ന ഒരു പരിപാടിയല്ല. പിന്നെ സൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഗോസ്റ്റിന്റെ പ്രസൻസ് ഉള്ള സമയത്തൊക്കെ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഗംഭീരമാണ്. നല്ല രീതിയിൽ കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ പുള്ളിക്ക് 1-2 സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളി പേടിയൊക്കെ കണ്ണിൽ തോന്നിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പുള്ളി കഞ്ഞി കുടിക്കാനിരിക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. സ്പോയിലർ ഒന്നുമല്ല, ജസ്റ്റ് പടം കാണുമ്പോൾ അതിലൊക്കെ മനസ്സിലാവും. പുള്ളി കഞ്ഞി കുടിക്കാതിരിക്കുന്ന ഒരു സീനിൽ, ആ ഒരു ചെറിയൊരു ഗോസ്റ്റിന്റെ പ്രസൻസ് കാണിക്കുന്ന ഒരു സീനിൽ ഗംഭീരമായിട്ട് പുള്ളി അത് ഫേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓക്കെ. പിന്നെ എടുത്തു പറയാനുള്ളത്, ഈ അതിലൊരു ചെറിയൊരു പയ്യനുണ്ട്. അതായത് ഈ മരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബ്രദറായിട്ട്. അതും സ്പോയിലർ അല്ല, ഒരാൾ മരിക്കുമ്പോഴാണല്ലോ പ്രേതമാണത്. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞാനത് പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ അനിയനായിട്ടൊരു പയ്യനെ കാണിക്കുന്നുണ്ട്. പുള്ളി ഗംഭീര വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് അവന്റെ ആ ഒരു ഇമോഷൻസ് നല്ല രീതിയിൽ നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും പറയാനില്ല. വളരെ കുറച്ച് മിനിമൽ ക്യാരക്ടേഴ്സ് ആണോ ഇതിലുള്ളൂ. ആ മിനിമൽ ആയിട്ടുള്ള ആൾക്കാർ അവരവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല സിനിമയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ്. നിങ്ങൾ ഇതിന് OTT വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക. കാരണം നമ്മൾ ആ തിയേറ്ററിൽ അത്രയും പേര് കൂടി ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് OTT നമ്മൾ റൂമിലിരുന്ന കിട്ടില്ല, അല്ലെ? കിട്ടില്ല. അപ്പൊ അതാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് കമ്പാരിസൺ ഒന്നും ഇല്ലാതെ വളരെ പ്യുവറായിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരിക്കലും നിങ്ങൾ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ തമിഴില് രാക്ഷസൻ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല പടമാണ്, നമുക്കറിയാലോ, നല്ല പടമാണ്. അതിനുശേഷം നമ്മുടെ മലയാളത്തിൽ 5-ാം പാതിര വന്നപ്പോൾ എല്ലാവരും രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യുന്നൊരു അത്തരം കമ്പാരിസൺ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് വർത്ത്. അത് ശരിക്ക് രണ്ട് ടൈപ്പ് പടങ്ങളാണ്. അപ്പോ
അങ്ങനത്തെ കമ്പാരിസണോ അങ്ങനത്തെ ഒരു മുൻവിധിയോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ മസ്റ്റ് റെക്കമെൻഡഡ് ഹൊറർ ഫിലിം. അതായത് മലയാളത്തിൽ ഇതുവരെ വന്നിട്ട് ഉള്ളതിൽ വെച്ച് നല്ല രീതിയിൽ എടുത്തിട്ടുള്ള മേക്കിംഗ് വൈസ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ആക്ടിങ് വൈസ് ആയാലും പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാൽ നല്ല രീതിയിൽ കമ്പാക്ക് ആണ്. കമ്പാക്ക് എന്നും പറയല്ലേ, പുള്ളി അധികം സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല, ബട്ട് ആക്ടിങ് വൈസ് നല്ല രീതിയിൽ ആ ഫേസിൽ ആ പേടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു പടം കൂടിയാണ്. പിന്നെ അഗെയിൻ രാഹുൽ സദാശിവൻ ഡിഡ് എ ഗ്രേറ്റ് വർക്ക്, നോ ഡൗട്ട്. നമ്മൾ ബ്രഹ്മയുഗത്തിൽ പുള്ളി നമ്മളെ ഞെട്ടിച്ചതാണ്. അതുപോലെ ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ വളരെ മിനിമൽ ക്യാരക്ടറായിട്ട് മലയാളത്തിൽ വന്ന, കണ്ടിട്ടിലേക്ക് കാണാൻ ശ്രമിക്കുക, യൂട്യൂബിൽ അവൈലബിൾ ആണ് ഐ തിങ്ക്. അത് ഗംഭീര സിനിമയാണ്. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ സദാശിവൻ ചെയ്ത മറ്റൊരു ഗ്രേറ്റ് വർക്കാണ്. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഞാൻ അവിടെ ഇവിടേക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടായിട്ട് ഓർക്കുന്നു. പക്ഷെ ഐ തിങ്ക് സ്റ്റിൽ സിനിമ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അവരവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞതായിരിക്കും. ബട്ട് പേഴ്സണലി എനിക്കും ഭാര്യയ്ക്കും വളരെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അത്യാവശ്യം നല്ലൊരു റെസ്പോൺസാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. എല്ലാം കൊണ്ടും പൈസക്കുള്ള മുതലുണ്ട്. ഓക്കെ, ദാറ്റ്സ് എനഫ്. അപ്പൊ എല്ലാവരും റിവ്യൂ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ ലക്കിയാണ്. പുള്ളിനെ പരിചയപ്പെടാം, നമുക്ക് വഴിയെ ഇങ്ങനെ വീഡിയോകളിൽ കാണാം. വീഡിയോ വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാം. ഇതുപോലെ ഇടയ്ക്ക് സിനിമ കാണുന്ന, ഞങ്ങൾ ഒരുപാട് സിനിമ കാണുന്ന ആൾക്കാരാണ്. അതുപോലെ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം ചെറിയ യാത്രാപരമായിട്ടുള്ള അതും സിനിമാപരമായിട്ടുള്ള കുറച്ചും രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാൻ ശ്രമിക്കാൻ സമയത്തിനനുസരിച്ച്. ബേസിക്കലി ഞാനൊരു ഫ്ലോറിസ്റ്റ് ആണ്, പുള്ളിക്കാരത്തി എഞ്ചിനീയർ ആണ്. നിലവിൽ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ല സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. കുവൈറ്റ് ബേസ്ഡ് ആണ് ഞങ്ങൾ. ഞാൻ തൃശ്ശൂരാണ് സ്വദേശം, പുള്ളിക്കാരത്തി കാലടിയാണ്. അപ്പൊ ഞങ്ങളിപ്പോ കുവൈറ്റിൽ കുറച്ച് കാലമായി. അപ്പൊ ഞങ്ങൾ കുറച്ച് കാലമായി ഇങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്, ചുമ്മാ വീഡിയോസ് ഒക്കെ ആയിട്ട്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്. ബൈ ബൈ.